തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറയ്ക്ക് സമീപത്തുള്ള വേറ്റിനാട് എന്ന സ്ഥലത്താണ് വിജയകുമാറും കുടുംബവും താമസിച്ചിരുന്നത്. അയാൾക്ക് ഭാര്യയും ഒരു മകളുമാണ് ഉള്ളത്. ഈ വിജയകുമാർ ഒരു മെക്കാനിക്കാണ്. മകളായ ആര്യയ്ക്ക് 14 വയസ്സാണ്. ആ കുട്ടി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആര്യ പഠിക്കാനൊക്കെ ബഹുമിടുക്കിയാണ്. ഏക മകളായതുകൊണ്ട് തന്നെ വളരെ ലാളിച്ചാണ് അച്ഛനമ്മമാർ അവളെ വളർത്തിയിരുന്നത്. ആര്യയെ വീട്ടിൽ വിളിക്കുന്ന പേര് കുക്കു എന്നാണ്. ഇവരുടെ വീടെന്ന് പറയുന്നത് വഴി അരികിലാണ്. 2012 മാർച്ച് 6-ാം തീയതി അന്ന് രാവിലെ വിജയകുമാറിനും ഭാര്യയ്ക്കും പുറത്തൊരാവശ്യവുമായി പോകേണ്ടിയിരുന്നു. മാർച്ച് 12-ന് SLC പരീക്ഷ തുടങ്ങുന്നതിനാൽ ആര്യ എന്ന കുക്കു പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ വച്ചിരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും വരാന്തയിലിരുന്ന് പഠിത്തമാണ്. അല്പം ദൂരോട്ട് പോകേണ്ട ആവശ്യമായതിനാൽ വിജയകുമാറിനും ഭാര്യയ്ക്കും മകളെ തനിച്ചാക്കി പോകാനാണെങ്കിൽ ഒരു വിഷമം. അതുകൊണ്ട് ആര്യയെ ഒപ്പം കൂട്ടാൻ തന്നെ അവർ തീരുമാനിച്ചു. എന്നാൽ അച്ഛനമ്മമാർക്കൊപ്പം പോയാൽ ആ ദിവസത്തെ പഠിത്ത അവതാളത്തിലാകുമെന്ന് കരുതി ആര്യ പോകാതിരിക്കുകയാണ്. പിന്നെ എപ്പോഴും ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി കൂടി നടന്നു പോവുകയും മറ്റും ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടും എല്ലാവർക്കും ആര്യയെ അറിയാവുന്നുള്ളതുകൊണ്ടും അച്ഛനമ്മമാർക്കൊരു സമാധാനമുണ്ട്. പോയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ് അവർ പോയി. അച്ഛനമ്മമാർ പോയതിന് പിന്നാലെ ആര്യ ബുക്കുമായി വരാന്തയിലിരുന്ന് പഠിക്കുകയാണ്. ഇതേ സമയം ആര്യയുടെ സഹപാഠിയും അയൽവാസിയുമായ പ്രണവ് എന്ന 14-കാരൻ ആര്യയുടെ വീടിന് മുന്നിലൂടെ കടയിലേക്ക് സാധനം വാങ്ങാൻ പോവുകയാണ്. പഠിച്ചുകൊണ്ടിരുന്ന ആര്യയെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് കുശലമൊക്കെ ചോദിച്ചാണ് പ്രണവ് പോകുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം പ്രണവ് സാധനവുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ അതുവഴി വരികയാണ്. അപ്പോൾ പ്രണവ് നോക്കുമ്പോൾ വരാന്തയിൽ ആര്യയില്ല. അതിൽ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാത്ത പ്രണവ് അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. ആര്യയുടെ വീടിൻ്റെ അകത്തു നിന്നും അസ്വാഭാവികമായ ചില ശബ്ദങ്ങളും ഞരക്കങ്ങളൊക്കെ കേൾക്കുകയാണ്. പ്രണവ് വരാന്തയിൽ കയറി പാതി തുറന്നു കിടന്ന സൈഡിലെ ജനൽപ്പാളിയിലൂടെ അകത്തേക്കൊന്ന് നോക്കി. അപ്പോൾ ആ ചെറിയ കുട്ടി അവിടെ കണ്ട കാഴ്ചയിൽ കണ്ണും തള്ളി നിന്നുപോയി. എന്തായിരിക്കും പ്രണവ് അവിടെ കണ്ട ആ കാഴ്ച? ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കാട്ടാക്കടയിലെ വീരണക്കാവ് സ്വദേശിയായ രാജേഷ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. അയാൾ രാവിലെ ഒരു ദിവസം ഓട്ടോയുമായിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഭാര്യ വീടിന് സമീപത്തുള്ള ഒരു ഓട്ടം അയാൾക്ക് കിട്ടുന്നത്. രാജേഷ് സവാരിയും കൊണ്ട് ഭാര്യ വീടിന് സമീപമെത്തി. കൊണ്ടുവന്ന ആളെ വിട്ട ശേഷം രാജേഷ് ഓട്ടോ തിരിക്കുമ്പോഴാണ് ഒരബദ്ധം പറ്റുന്നത്. ഓട്ടോ അടുത്തുള്ള ഒരു ഓടയിൽ കുടുങ്ങുന്നു. ഈ ഭാര്യ വീടെന്ന് പറയുന്നത് ഈ ആര്യയുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഈ ഓട്ടോയുടെ പിൻചക്രം ഓട്ടോയിൽ കുടുങ്ങിയതോടെ രാജേഷ് എത്ര ശ്രമിച്ചിട്ടും അത് പൊക്കിക്കൊണ്ടുവരാൻ പറ്റുന്നില്ല. രാജേഷ് ചുറ്റുപാട് നോക്കിയിട്ട് ആരെയും കാണാനുമില്ല. അപ്പോഴാണ് വരാന്തയിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന ആര്യയെ കാണുന്നത്. രാജേഷ് ആര്യയുടെ മുമ്പിലെത്തി. ആര്യയോട് ഓട്ടോ ഓടയിൽ കുടുങ്ങിപ്പോയി മോളെ, ഒരു സവാരിയും കൊണ്ട് ഇവിടം വരെ വന്നതാണ് ഞാൻ. തിരിച്ചു പോകാൻ നേരത്താണ് ഈ കുഴപ്പം എനിക്ക് പറ്റിയതെന്ന് പറഞ്ഞു. ആര്യ ഇയാളെ കണ്ട് എഴുന്നേറ്റ് നിന്ന് എല്ലാം കേട്ടിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. രാജേഷ് പറഞ്ഞു, വീട്ടിൽ ആരെങ്കിലും വലിയ ആൾക്കാർ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിക്കുമോ, എന്നെ ഒന്ന് സഹായിക്കാൻ? ഇത് കേട്ട ആര്യ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ആരുമില്ല, അച്ഛനും അമ്മയൊക്കെ പുറത്തു പോയിരിക്കുകയാണ്, വരാൻ വൈകുന്നേരമാവും. അപ്പോൾ രാജേഷ് ഇനി എന്ത് ചെയ്യുമെന്നിങ്ങനെ വിഷമിച്ച് തിരിച്ച് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് ആ ഓട്ടോയുടെ അടുത്തെത്തിയപ്പോഴാണ് ആര്യ സഹായിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. രാജേഷിന് സന്തോഷമായി. ആ കുട്ടിക്ക് ഒരു മനസ്സുണ്ടായല്ലോ എന്ന് അയാൾ കരുതി. രാജേഷും ആര്യയും ചേർന്ന് ഓട്ടോ തള്ളി ആ ഓടയിൽ നിന്നും കരയിലോട്ട് മാറ്റുമ്പോഴാണ് ആര്യയുടെ കൂട്ടുകാരിയും അയൽവാസിയുമായ വിദ്യ അവിടെ എത്തുന്നത്. വിദ്യ +1-ലാണ് പഠിക്കുന്നത്. വിദ്യ എന്താണ് കാര്യമെന്ന് തിരക്കി. അപ്പോൾ ഓട്ടോ ഇങ്ങനെ ഇതേപോലെ കുഴിയിൽ ചാടിയിട്ടുണ്ട്, അത് ആ ഓടയിൽ നിന്നും ഒരു കരയ്ക്കെടുക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളെന്ന് ആര്യ പറഞ്ഞു. ആര്യയെ പോലെ തന്നെ പാവം ഓട്ടോക്കാരനെ സഹായിക്കണമെന്ന ഒരു മനസ്സലിവ് വിദ്യയ്ക്കും വന്നു. വിദ്യയും ആര്യയും രാജേഷും ചേർന്ന് ഈ ഓടയിൽ നിന്നും ഇങ്ങനെ മാറ്റുകയാണ്. ഈ ഓടയിൽ നിന്നും റോഡിലേക്ക് വെച്ചു. അതിനുശേഷം രാജേഷ് 2 പേരോടും നന്ദിയൊക്കെ പറഞ്ഞു. വിദ്യയുടെ വീട്ടിലേക്കും പോയി, ആര്യയുടെ വീട്ടിലേക്കും കയറിപ്പോയി. വീണ്ടും ആര്യ ബുക്കെടുത്ത് ആ വരാന്തയിലിരുന്ന് പഠനത്തിൽ മുഴുകി. ഈ സമയം രാജേഷ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാകുന്നില്ല. രാജേഷിന് അത് റിപ്പയർ ചെയ്യാനാണെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറും വേണം. അതാണെങ്കിൽ ഈ വണ്ടിയിൽ ഇല്ലതാനും. അയാൾ വീണ്ടും ആര്യയുടെ വീടിന് മുന്നിലെത്തി.
ഒരു സ്ക്രൂ ഡ്രൈവർ തരാമോ എന്ന് ചോദിച്ചു. മെക്കാനിക്കായ അച്ഛൻ വച്ചിരുന്ന ടൂൾസ് ബോക്സിൽ നിന്നും അവൾ അകത്ത് പോയി ആ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഉടൻ തന്നെ ആ സ്ക്രൂ ഡ്രൈവറും എടുത്തുകൊണ്ട് രാജേഷ് വണ്ടിയിലേക്ക് പോയി. അങ്ങനെ അയാൾ ആ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്തു. ആര്യ അപ്പോഴും അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. രാജേഷ് ഓട്ടോയൊക്കെ ശരിയാക്കിയിട്ട് ഈ സ്ക്രൂ ഡ്രൈവറുമായി തിരിച്ചെത്തി. അതിനും അയാൾ നന്ദി പറഞ്ഞു. അതിനുശേഷം ഇത് കയ്യിൽ കൊടുത്തിട്ട് അയാളിങ്ങനെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് വെള്ളം ദാഹിക്കുന്നത്. രാജേഷ് ആര്യയോട് കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. ആര്യ അതിനെന്താ തരാമല്ലോ എന്ന് പറഞ്ഞ് വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ഒരു മൃഗത്തിൻ്റെ മനസ്സുമായിട്ട് നിന്ന അവൻ ആ വീടിനകത്തേക്ക്, അതായത് ആ കുട്ടിയുടെ പിന്നാലെ ആ വീടിനകത്തേക്ക് കയറുകയാണ്. ഈ വീടിൻ്റെ മുൻവശത്തെ വാതിലിന് 2 പാളികളുണ്ടായിരുന്നു. അതിൽ ഒരു പാളി മാത്രമാണ് തുറന്നിരുന്നത്. അതിനിടയിലൂടെയാണ് ഇവൻ അകത്തേക്ക് കയറുന്നത്. വെള്ളമെടുത്ത് തിരിഞ്ഞ ആ പെൺകുട്ടിയെ ഇവൻ കയറി പിടിക്കുകയും ക്രൂരമായ രീതിയിൽ റേപ്പ് ചെയ്യുകയും ചെയ്തു. റേപ്പ് ചെയ്ത ശേഷം രാജേഷ് ചിന്തിച്ചത് ഇവളിനിപ്പോൾ ജീവിച്ചിരുന്നാൽ എന്തായാലും തന്നെ കാട്ടിക്കൊടുക്കും, അതുകൊണ്ട് കൊന്നുകളഞ്ഞേ കളയാം എന്ന് വിചാരിച്ചു. അങ്ങനെ രാജേഷ് കഴുത്ത് ഞെരിച്ച് ആര്യയെ കൊലപ്പെടുത്തി. എന്നിട്ട് വാതിലും ചാരി പെട്ടെന്ന് തന്നെ ഈ ഓട്ടോയുമായി കടന്നു കളഞ്ഞു. വൈകുന്നേരത്തോടെ വിജയകുമാറും ഭാര്യയും വീട്ടിലെത്തി. വീടിൻ്റെ വാതിൽ ഇങ്ങനെ ചാരി കിടക്കുന്നത് കണ്ട് അകത്ത് കയറി അവർ ആര്യയെ വിളിക്കുകയാണ്. അപ്പോഴാണ് ആ ഹാളിൻ്റെ ഒരു മൂലയിലായിട്ട് ആര്യ കിടക്കുന്നത് അവർ കാണുന്നത്. അതും തറയിൽ മരിച്ചു കിടക്കുകയാണ്. ആ മാതാപിതാക്കളുടെ നിലവിളി കേട്ട് എല്ലാവരും അവിടെ ഓടിക്കൂടി. മാതാപിതാക്കൾ വിചാരിച്ചത് മകള് പരീക്ഷയുടെ ടെൻഷൻ കാരണം സ്വയം എന്തേലും ചെയ്തതാവുമെന്നാണ്. കിളിമാനൂർ പോലീസ് ക്രൈം സീന് പരിശോധിച്ച ഉടൻ തന്നെ ബോഡി ഓട്ടോപ്സിക്ക് അയച്ചു. ഫോറൻസിക് പരിശോധനയിൽ ഡോക്ടർ വ്യക്തമായിട്ട് പോലീസിനോട് പറഞ്ഞു കുട്ടിയുടെ മരണം ക്ലിയർ മർഡർ ആണെന്നും വളരെ ക്രൂരമായിട്ട് കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും. ഇതറിഞ്ഞ ആര്യയുടെ മാതാപിതാക്കൾ അന്നാട്ടുകാരുമൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ഇത്രയും ആൾപ്പെരുമാറ്റമുള്ള വഴിയരികിലെ വീടിനുള്ളിൽ, അതും പട്ടാപ്പകല്, ഇതാര് ചെയ്തുവെന്നായി എല്ലാവരും. ആര്യ ആ ദിവസം വരാന്തയിലിരുന്ന് പഠിക്കുന്നത് പലരും കണ്ടതുമാണ്. പോലീസ് ഈ കേസ് വളരെ ഗൗരവത്തിൽ തന്നെ അന്വേഷിക്കാൻ തുടങ്ങി. ഈ കേസ് അന്വേഷണം കിളിമാനൂർ പോലീസ് ഇൻസ്പെക്ടറായ അശോകിൻ്റെ നേതൃത്വത്തിലായിരുന്നു. വെറും ശൂന്യതയിൽ നിന്നുമാണ് ഈ ഒരു കേസ് അന്വേഷണം അദ്ദേഹം തുടങ്ങുന്നത്. ആകെയുള്ളൊരു പിടിവള്ളി ആര്യയുടെ ശരീരത്തിൽ നിന്നും കാണാതായ 1.5 പവൻ്റെ ആഭരണങ്ങൾ മാത്രമാണ്. അങ്ങനെ പോലീസ് ഇരുട്ടിത്തപ്പി നിൽക്കുമ്പോഴാണ് വിദ്യ എന്ന ആര്യയുടെ ആ കൂട്ടുകാരി മാതാപിതാക്കൾക്കൊപ്പം പോലീസിന് മുന്നിലെത്തുന്നത്. വിദ്യ പറഞ്ഞു, ആ ദിവസം വഴിയിലെ ഓടയിലൊരു ഓട്ടോ പെട്ടു. ആ ഓട്ടോറിക്ഷക്കാരനെ ആര്യ സഹായിക്കുന്നത് കണ്ട് ഞാനും സഹായിച്ചു. അതിനുശേഷം ഞാൻ വീട്ടിലേക്കും പോയി, ആര്യയും പോയി. ആ ഒരു കാലഘട്ടത്തിൽ ഈ CCTV മറ്റുമൊന്നും വലിയ പ്രചാരത്തിലില്ലായിരുന്നു. മാത്രമല്ല വലിയ സാങ്കേതിക വിദ്യകളും ഇല്ല. അതൊക്കെ ഈ ഒരു അന്വേഷണത്തിനെ ബാധിച്ചു എന്ന് തന്നെ പറയാം. വിദ്യ പറഞ്ഞ ആ ഓട്ടോക്കാരനെ തപ്പിയായി പിന്നെ പോലീസ്. അതിൻ്റെ നമ്പരോ ഒന്നും ആ കുട്ടിക്ക് അറിയില്ല താനും. ചില ഓട്ടോ സ്റ്റാൻഡിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള 3-4 ഓട്ടോക്കാരുടെ പിന്നാലെയായി. എന്നാൽ അവരൊന്നും ആ ദിവസം അവിടെ എങ്ങും ഇല്ലതാനും. അതും പോലീസ് കണ്ടുപിടിക്കുകയാണ്. പിന്നെ ഇത് ആരാണ് ഈ ഓട്ടോക്കാരൻ എന്നായി ചോദ്യം. അങ്ങനെ ഓട്ടോക്കാരനെ പറ്റി ഒരു തുമ്പും കിട്ടാതെ നിൽക്കുമ്പോഴാണ് പോലീസിൻ്റെ മുൻപിൽ ഒരാൾ വരുന്നത്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഇന്നാട്ടുകാരനല്ല, എൻ്റെ പേര് റെജി എന്നാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. പക്ഷേ എൻ്റെ ഒരു ബന്ധു ഈ വേറ്റിനാട് താമസിക്കുന്നുണ്ട്, അതായത് മരിച്ച ആര്യയുടെ വീടിനടുത്ത്. അവരുടെ വീട്ടിൽ ചെറിയൊരു വിഷയമുണ്ടായി. അതവർ എന്നോട് കുറച്ച് ദിവസം മുൻപ് പറയുകയും ചെയ്തു. അവിടുത്തെ കുട്ടി പ്രണവ് ആര്യയുടെ വീടിന് മുന്നിൽ കൂടി പോകുന്ന സമയം ആര്യയുടെ വീടിനകത്തു നിന്നും ഞരക്കവും ഏതാണ്ട് ശബ്ദമൊക്കെ കേട്ടുവെന്നും അവൻ നോക്കുമ്പോൾ ജനപ്പാളിയിൽ ഒന്ന് തുറന്നു കിടക്കുകയായിരുന്നു. അതുവഴി അവൻ അകത്തേക്ക് നോക്കിയപ്പോൾ ഈ ശബ്ദം ഹാളിൽ നിന്നാണ് കൂടുതൽ കേട്ടതെന്നുമൊക്കെയാണ് പറഞ്ഞത്. ഇതിൽ പേടി തോന്നി അവ ഓടി വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് കാര്യം പറഞ്ഞെങ്കിലും അച്ഛനും അമ്മയും ഇതൊന്നും ആരോടും പറയുകയോ മറ്റും ചെയ്യരുതെന്നും നമ്മളിതിലൊക്കെ തലവെച്ച് കൊടുത്താൽ ഭാവി കൂടി നശിക്കുമെന്നും അവനെ വിലക്കി. പക്ഷേ മനസാക്ഷി അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതെന്നും റെജി പോലീസിനോട് പറഞ്ഞു. പോലീസിൻ്റെ ആവശ്യപ്രകാരം അയാൾ പ്രണവിൻ്റെ വീട്ടിൽ പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കി പ്രണവിനെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിച്ചു.
പോലീസ് ആദ്യം പ്രണവിൻ്റെ ഭയമാണ് മാറ്റിയെടുത്തത്. വളരെ സ്നേഹത്തോടെ തന്നെ ആ കുട്ടിയുടെ ഭയമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അതിനുശേഷം പ്രണവ് കുറച്ച് വ്യക്തത ഇതിൽ കൊടുക്കുകയാണ്, ചില സൂചനകളും നൽകി. അതായത് താൻ ആര്യയുടെ വീട്ടിൽ ആ ശബ്ദം കേട്ട് ഓടുന്ന സമയത്തും ഒരു ഓട്ടോ അവിടെ ഉണ്ടായിരുന്നുവെന്നും അതിൽ ഉണ്ണിയേശുവിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെന്നും ഈ ഓട്ടോയുടെ പിറകെ രാജമ്മ എന്നൊരു പേര് എഴുതിയിട്ടുണ്ടെന്നും കൂടി പ്രണവ് പറയുകയാണ്. രാജമ്മ എന്നെഴുതിയ ഓട്ടോ തപ്പിയായി പിന്നെ പോലീസ്. ഇതിനിടയ്ക്ക് വിദ്യയുടെ സഹായത്തോടെ രാജേഷിൻ്റെ ഒരു രേഖാചിത്രവും പോലീസ് വരച്ചെടുത്തു. ഒടുവിൽ തിരുവനന്തപുരത്ത് ഓടുന്ന രാജമ്മ എന്നു പേരുള്ള 4 ഓട്ടോയിൽ ഒന്നിൽ ഉണ്ണിയേശുവിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച രാജമ്മ എന്ന ഓട്ടോ പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഈ ഒരു ഓട്ടോയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പ്രചരിപ്പിച്ചതോടെ ഇത് കണ്ട ഒരു ബസ് കണ്ടക്ടറാണ് ഈ ഓട്ടോ കാട്ടാക്കട സ്വദേശിയായ രാജേഷ് ഓടുന്നതാണെന്ന് പോലീസിൽ അറിയിച്ചത്. ആ വിവരം പോലീസിന് കിട്ടിയതോടെ കൊല നടന്ന് 6-ാം ദിവസം തന്നെ രാജേഷിനെ പോലീസ് പിടിച്ചു. ഇയാൾക്ക് 30 വയസ്സുണ്ട്. ഇയാൾ ഓട്ടോ ഡ്രൈവറാണ്. ഇയാൾക്ക് നിലവിൽ 2 ഭാര്യമാരും ഉണ്ട്. അതിൽ ഈ ആദ്യത്തെ ഭാര്യയുടെ വീടിനടുത്താണ് ഇയാൾ ഈ ഓട്ടോയിട്ട് വന്നത്. ആദ്യമൊന്നും രാജേഷ് കുറ്റം സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. അയാൾക്ക് പിന്നീട് സമ്മതിക്കാതെ തരമില്ല എന്ന് വന്നതോടെ താനാണ് ഇത് ചെയ്തതെന്നും ആ പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണം താൻ വട്ടപ്പാറയിലെ തന്നെ ഒരു സ്ഥാപനത്തിൽ പണയം വെച്ചെന്നും പറഞ്ഞു. ഈ പണയം വെച്ച ആ ബാങ്കിൽ രാജേഷിനെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ജീവനക്കാരും രാജേഷിനെ തിരിച്ചറിഞ്ഞു. പണയം വെച്ച പണം എവിടെ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അത് തൻ്റെ സഹോദരിക്കാണ് കൊണ്ടു കൊടുത്തതെന്നും രാജേഷ് പറയുകയാണ്. സഹോദരിയുടെ വീട് അന്വേഷിച്ചപ്പോഴാണ് അതിലേറെ രസം. അന്ന് രാജേഷ് ആര്യയുടെ വീടിനടുത്ത് ആ ഭാര്യ വീട്ടിനടുത്ത് ഒരു ഓട്ടോവുമായിട്ട് വന്നില്ലേ, അതിൻ്റെ കുറച്ചപ്പുറത്താണ് സഹോദരിയും അളിയനും താമസിക്കുന്നത്. അതായത് ആദ്യ ഭാര്യയുടെ വീട്ടുകാരും ഈ സഹോദരിയും അളിയനും ഒക്കെ ആര്യയുടെ അയൽവാസികളാണ്. അന്ന് അയാൾ ഓട്ടോയിൽ സവാരി കൊണ്ടുവന്നതും സഹോദരിയെയും അളിയനെയും ആയിരുന്നു. ഈ സഹോദരിക്ക് അളിയനും കുറച്ച് പൈസ രാജേഷ് കൊടുക്കാനുണ്ട്. അതിൽ കുറച്ച് പൈസയാണ് ഇയാൾ രണ്ടാമത് വന്ന് ഈ സ്വർണം പണയം വെച്ച് അവിടെ കൊണ്ടു കൊടുത്തിട്ട് പോകുന്നത്. ആ ദിവസം ഉച്ചയ്ക്ക് 2:45-നും 3:30-ക്കും ഇടയ്ക്ക് ആര്യയുടെ വീടിനടുത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടവറിൽ നിന്നും രാജേഷ് ഫോൺ കോളുകൾ ചെയ്തിരുന്നതായും അയാളുടെ ഫോണിലേക്ക് ചില കോളുകൾ വന്നതായും തെളിഞ്ഞു. ഇതോടെ രാജേഷ് പിടിയിലായി. ഈ കേസിൽ 10 മാസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഇതിൽ 2ാം സാക്ഷി വിദ്യയും 4ാം സാക്ഷി പ്രണവുമാണ്. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജി ബി സുധീന്ദ്രകുമാറാണ് ഇയാൾക്ക് ശിക്ഷ വിധിച്ചത്, അതും വധശിക്ഷ. രാജേഷിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇതിൽ രാജേഷിനെതിരെ കോടതിയിൽ ശക്തമായി മൊഴി പറയാൻ വന്നത് അയാളുടെ 2 ഭാര്യമാരാണ്. വധശിക്ഷ പറഞ്ഞപ്പോൾ തന്നെ കോടതി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ വിധി നടപ്പിലാക്കാൻ ഹൈക്കോടതിയുടെ അനുവാദം കൂടി വേണമെന്ന്. ഇത് കേട്ടതോടെ രാജേഷ് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഇത് ഇയാൾക്കൊരു തുമ്പായി മാറുകയാണ്, ഒരു കച്ചിത്തുരുമ്പായി മാറുകയാണ്. ഹൈക്കോടതി പിന്നീട് ഇയാളുടെ വധശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റി. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ്. ലോക്ക്ഡൗണൊക്കെ എത്തി. നല്ല നടപ്പിന് തിരഞ്ഞെടുത്ത 39 പുള്ളികളെ തുറന്ന ജയിലായ നെട്ടുകാൽത്തേരിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഈ നെട്ടുകാൽത്തേരി എന്ന് പറയുന്നത് ഒരു തുറന്ന ജയിലാണ്. അവിടെ ജീവിതത്തിലേക്കും, അതായത് നല്ല സ്വഭാവത്തിലേക്കും നല്ല ജീവിതത്തിലേക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ള കുറ്റവാളികൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് ഇങ്ങോട്ടേക്ക് മാറ്റുന്നത്. അവിടെ അങ്ങനെയുള്ളവരെയാണ് നെട്ടുകാൽത്തേരിയിൽ പാർപ്പിക്കുന്നത്. അതിലൊരാളായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും പോകുന്ന 39 പേരിൽ ഒരാൾ ഈ രാജേഷായിരുന്നു. നെട്ടുകാൽത്തേരിയിലെത്തിയ രാജേഷിന് അവിടുത്തെ കൃഷിയിടത്തിലാണ് ജോലി കൊടുത്തത്. രാജേഷിനൊപ്പം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും വന്ന മറ്റൊരു പുള്ളിയാണ് ശ്രീനിവാസനും. ഇവർ 2 പേരും അവിടെ വച്ച് നല്ല സുഹൃത്തുക്കളായി. ഇതിനിടെ ഇവർ അവിടെ നിന്നും ജയിലിൽ ചാടുകയാണ്, അതും 2020. 12 ദിവസത്തിനകം തന്നെ ശ്രീനിവാസനെ പോലീസ് പിടിച്ചു. 2021 ആയിട്ടും രാജേഷിനെ കിട്ടിയില്ല. പോലീസ് രാജേഷിന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും തിരച്ചിൽ നടത്തുകയാണ്. രാജേഷിൻ്റെ ചില ചിത്രങ്ങളൊക്കെ പോലീസ് ഓരോ സംസ്ഥാനങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ കൈമാറുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ കർണാടകയിലെ മുതൂരിൽ നിന്നും മലയാളിയായ ഒരാൾ കർണാടക പോലീസിനെ വിളിച്ചറിയിക്കുകയാണ്, രാജേഷ് എന്ന ആൾ എനിക്കൊപ്പം ടാപ്പിംഗ് പണിയുമായിട്ട് എസ്റ്റേറ്റിലുണ്ടെന്നും. വിവരം കേരള പോലീസിന് കർണാടക പോലീസ് കൈമാറുകയും ചെയ്തു.
ഇവിടുത്തെ പോലീസ് സംഘം എത്തും മുമ്പ് തന്നെ കർണാടക പോലീസ് രാജേഷിനെ തടഞ്ഞു വെച്ചു. രാജേഷ് ഇപ്പോൾ അതീവ സുരക്ഷയിൽ തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.